ദ ഡൊമിനിക് ആൻഡ് ലേഡി പേഴ്സ് നമുക്കിടെ ഏറ്റവും പുതിയ ചിത്രത്തിൻ്റെ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ചിത്രം ജനുവരി 23 വേൾഡ് വൈഡായിട്ട് 720ഓളം തിയേറ്ററുകളിലായിട്ടാണ് റിലീസായിരിക്കുന്നത്. ചിത്രത്തിന് വളരെ നല്ല റിപ്പോർട്ടുകളാണ് റിവ്യൂവേഴ്സും ഒക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഞാൻ ഡൊമിനിക്ക് കണ്ടു. എനിക്ക് ആ സിനിമ കണ്ടപ്പോൾ എന്താണ് തോന്നിയതെന്ന് നിങ്ങളോട് ഷെയർ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മൊത്തത്തിൽ സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ശരാശരി അനുഭവം മാത്രമായിരുന്നു സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. പുതുമയൊന്നും അവകാശപ്പെടാനൊന്നുമില്ല. പുതുമ എന്ന് പറയുന്നത് നമുക്കിടെ ക്യാരക്ടറൈസേഷനിൽ മാത്രമാണ് പുതുമയുള്ളത്. സാധാരണ ത്രില്ലർ സിനിമകളിൽ പോലീസ് അന്വേഷിക്കുന്നു, ഈ സിനിമയിൽ ഡൊമിനിക് എന്ന് പറയുന്ന പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് അന്വേഷിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമാണുള്ളത്. അന്വേഷണത്തിൻ്റെ ഡീറ്റെയിലിംഗ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റ് നമ്മളെ കുറേയൊക്കെ ബോറടിപ്പിക്കുന്നുണ്ട്. ചിത്രത്തിൻ്റെ പകുതി കഴിയുമ്പോൾ തന്നെ ഏകദേശം ഇതിൻ്റെ ക്ലൈമാക്സിൽ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഊഹമൊക്കെ നമുക്ക് കിട്ടും. എന്നിട്ടും പടത്തിന് പോസിറ്റീവ് റെസ്പോൺസ് വരാനുള്ള പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ മമ്മൂക്കയും ഗോകുൽ സുരേഷും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകളാണ്. അതായത് ഒരു സാധാരണക്കാരനായ പ്രാരാബ്ധങ്ങളുള്ള സാമ്പത്തിക പ്രതിസന്ധികളുള്ള ഒരു റിട്ടയർ അല്ലെങ്കിൽ പുറത്താക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനായിട്ടാണ് മമ്മൂക്ക ഇതിൽ അഭിനയിക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധി ഉള്ളതുകൊണ്ട് തന്നെ പണം ഉണ്ടാക്കാനുള്ള പല ട്രിക്കുകളും ഇദ്ദേഹം ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട്. അതെല്ലാം വളരെ രസകരമായിട്ടാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. അതിലെല്ലാം അത്യാവശ്യം ചെറിയ ചിരിയോടെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിറ്റുവേഷൻസാണ്. ഒരു ത്രില്ലർ എന്ന നിലയിൽ സിനിമ ശരാശരിക്കും താഴെയാണ്. പക്ഷേ ആ പോരായ്മയെ ക്യാരക്ടർ പ്ലേസിലെ ഡിഫറൻസിയേഷൻ കൊണ്ട് തന്നെ ഡയറക്ടർ ബുദ്ധിപരമായി ഓവർകം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ത്രില്ലിങ്ങിൻ്റെ എൻഗേജ്മെൻ്റ് ഇല്ലെങ്കിലും സരസമായ ചിരി സമ്മാനിക്കുന്നുണ്ട് സിനിമ. പിന്നെ ഈ സിനിമയിൽ ചില പ്രത്യേകതകളെന്ന് പറയാനായിട്ട് സോഷ്യൽ മീഡിയയിൽ മമ്മൂട്ടിയെയും ടീമിനെയുമൊക്കെ ട്രോളിക്കൊണ്ടിരുന്ന കുറേ കാര്യങ്ങളെടുത്തിട്ട് ഈ സിനിമയിൽ കോമഡി സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതെന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. ഒരു ത്രില്ലർ സിനിമയെ വിമർശന ബുദ്ധിയോടെ സമീപിക്കുന്നില്ലെങ്കിൽ ഈ സിനിമ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആസ്വദിക്കാൻ പറ്റും. അതിനായിട്ട് ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം.